ഈ നാട് ഇനിയെങ്കിലും ഉണരൂ എന്നൊരു ഒരു ചിത്രത്രയമാണ് കേരളത്തിൻ്റെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ വിലയിരുത്തിക്കൊണ്ട് ദാമോദരൻ മാഷും ഐ.വി. ശശിയും കൂടി വിഭാവന ചെയ്തത്. അതിൻ്റെ മൂന്നാം ഭാഗം എന്തുകൊണ്ടോ ചില സാങ്കേതിക കാരണങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ ഐ.വി. ശശിക്ക് സംവിധാനം ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ അത് സംവിധാനം ചെയ്യാൻ വേണ്ടി എൻ.ജെ. ജോണും ടി ദാമോദരനും കൂടി തമിഴിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ, ഒരു സിനിമ മാത്രം ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനെ ക്ഷണിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ പേര് മണിരത്നം എന്നാണ്. മണിരത്നത്തിൻ്റെ മണിരത്നം ആ സിനിമയ്ക്ക് പിന്തുടർന്ന, മോഹൻലാലിനെ നായകനാക്കി റഹ്മാനിയുമൊക്കെ വെച്ചിട്ട്, രോഹിണിയൊക്കെ വെച്ചിട്ട് സബിത ആനന്ദിൻ്റെ ആദ്യത്തെ സിനിമ, ആ സിനിമയ്ക്ക് അദ്ദേഹം മാതൃകയാക്കിയത് മുന്നിൽ വന്ന 2 സിനിമ, ആ ത്രയത്തിൻ്റെ. നമ്മളിപ്പോൾ ലൂസിഫറിൻ്റെയും അതിൻ്റെ 2ാം ഭാഗത്തിൻ്റെയും ഇനിയൊരു 3ാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞു. ഈ 3ാം ഭാഗത്തിൻ്റെയൊക്കെ പ്രത്യേകതയായി പൃഥ്വിരാജ് പറഞ്ഞത്, ഈ 3 സിനിമകളും ഒരു ത്രയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ 3 സിനിമകളും സ്റ്റാൻഡ് അലോൺ സിനിമകളാണ്. അതാത് സിനിമകൾ മുൻഭാഗവും പിൻഭാഗവും കണ്ടില്ലെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. ഏതാണ്ട് ഇതേ മാതൃകയിലാണ് ഐ.വി. ശശിയും ടി ദാമോദരനും കൂടി അവരുടെ ചിത്രത്രയം ആസൂത്രണം ചെയ്തത്, വിഭാവന ചെയ്തത്. ഈ നാട് ഇനിയെങ്കിലും ഉണരൂ. അത് 3 കൂടി ചേർത്ത് വായിച്ചാൽ അവർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ ദർശനം മനസ്സിലാവും. ഈ നാട് ഇനിയെങ്കിലും ഉണരൂ. പക്ഷേ 3ാമത്തെ സിനിമയിൽ അതിൻ്റെ സംവിധായകൻ ഐ.വി. ശശിക്ക് സഹകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ മണിരത്നത്തിനെ വിളിച്ചു വരുത്തി. മണിരത്നമാവട്ടെ ഇതിൻ്റെ മുൻപുള്ള 2 സിനിമകളിലും അതിൻ്റെ സംവിധായകൻ ഏത് രീതിയിലാണോ ആ സിനിമകൾ വിഷ്വലൈസ് ചെയ്തത്, ദൃശ്യപ്പെടുത്തിയത്, അതേ പാറ്റേൺ, അതേ ഒരു രൂപത്തിൽ തന്നെ, അതേ ഒരു സമ്പ്രദായത്തിൽ തന്നെ, അതേ ഒരു പരിചരണത്തിൽ തന്നെ ഉണരൂ എന്നുള്ള സിനിമയും ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് പെട്ടെന്ന് അത് മണിരത്നം സിനിമയാണോ തെറ്റിദ്ധരിക്കും. പകരം അതൊരു ഐ.വി. ശശി സിനിമയല്ലേ എന്ന് തോന്നുന്ന രീതിയിലാണ് ആ സിനിമ നിർമ്മിക്കപ്പെട്ടത്.